ഹലോ. ഹലോ. ഓ, എന്ത് അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തെന്ന് ഉറങ്ങി അത്രേ നേരായിട്ട് ഞാൻ അടിക്കണ്? ആ, ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയത്, പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. പത്തനായപ്പോ പണി ചെയ്യേ? ഓ, ഇന്ന് വലിയൊരു രസം ഉണ്ടായിട്ടുണ്ട്. എന്തേത്? ഇന്ന് മക്കളെ പറഞ്ഞേക്കാൻ വേണ്ടി ഞാൻ നിക്കായിരുന്നു. ആ അപ്പണ്ട് കോളിംഗ് ബെല്ല് അടിക്കണേ. ഞാൻ പോയി വാതില് തുറന്നു നോക്കിയപ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആരത്? അത് ലോക്കൽ കമ്മിറ്റിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ ആരൊക്കെ എനിക്കറിയില്ല. എന്തിനോ പിരിവിന് വന്നാ? ആ, ഓല് പിരിവിന് വന്നല്ല, ഓല് വന്ന് വേഗം അടുക്കളയിൽ വന്ന് സിങ്കില് മക്കളെ പറഞ്ഞേക്കണ തിരക്കല്ലേ, പാത്രങ്ങൾ ഇഷ്ടം പോലെയിരുന്നു. ആ അത് ഒരാള് വന്ന് പാത്രം കഴുകണ്, ഒരാള് വന്ന് ആര് ടൈലും ആര് പാത്രം തുടക്കണു, കഴിക്കണി വന്നോരോ? വന്നവര്. പിന്നെ അതല്ല, അതിലേതൊരു ഇലക്ഷനിൽ നിന്ന് തോറ്റ ഒരാളുണ്ടല്ലോ, അയാള് വന്നിട്ടാണ് മീൻ നന്നാക്കിയത്. മത്തി മീനായിരുന്നു. എന്നിട്ട് സത്യം പറയണേ? കാര്യം ഓൽക്ക് എന്താ ഗൃഹസന്ദർശനോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും എന്റെ പണി വേഗം കഴിഞ്ഞു. നേരത്തെ കാലത്തെ കിടന്നുറങ്ങി. പെരീത്തെ പണിയൊക്കെ ഓല ചെയ്ത്? ഒക്കെ അവര് ചെയ്തു. ഒരാൾ അടിക്കണത്, തുടക്കണത്, പാത്രം കഴുകണത്. പിന്നെ അപ്പൊ അടുക്കളയിൽ എനിക്കൊന്നൊരു പണി ഇഷ്ടം ഉണ്ടായിട്ടില്ല. പോലെ പാത്രം. എനിക്കൊരു പണിയില്ല, എന്റെ പണികളൊക്കെ അവരെടുത്ത് കഴിച്ചു. ആരൊക്കെ വന്നു? നമ്മൾ അറിയണോലുണ്ട്. ആരൊക്കെയായിരുന്നു? അറിയുന്നവരെ എനിക്ക് പേരൊന്നും കറക്റ്റ് അറിയില്ല. ആ ഒരു കുറി ഇവിടെ എന്തോന്ന് മത്സരിക്ക് തോറ്റൊക്കെ ചെയ്തിരുന്നില്ലേ, ജില്ലയ്ക്ക് മത്സരിച്ചിരുന്ന ആളാ? ജില്ലക്ക് അങ്ങനെ. അത് അയാളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിന്റെ എന്താ ലോക്കൽ ഏരിയ സെക്രട്ടറിയോ ലോക്കൽ അങ്ങനെ എന്തൊക്കെയാണ് ആള്. എന്തൊക്കെയുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. എന്തായാലും എന്റെ ഇവരെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കേൾപ്പിക്കാനുള്ള കാരണം. എന്തൊരു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇവർ ഗൃഹസന്ദർശനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവരുടെ ഒരു ഗതികേടേ. പാത്രം കഴുകാൻ ഒരാൾ, മീൻ മുറിക്കാൻ ഒരാൾ, അവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ഒരാൾ, തീട്ടം കോരാൻ ഒരാൾ. എന്തൊരു ദുരവസ്ഥയാണോ സഖാക്കളെ നിങ്ങളുടേത്. ഇനി നിങ്ങളൊരു കാര്യം മറിച്ചാലോചിച്ച് നോക്ക്. നിങ്ങൾ രാഹുലിനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടു. രാഹുലിൻ്റെ അവസ്ഥ എന്താ? രാഹുലിന് വളരെ സുഭിക്ഷമായ ഭക്ഷണം, നല്ല താമസം, നല്ല അടിപൊളി, അയാൾക്കൊന്നും അറിയണ്ട. സഖാക്കളാണെങ്കിലോ ഇവിടെ ആരാൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറിയിട്ട് പാത്രവും മോറിങ്ങോണ്ടിരിക്കുകയാണ്. കുട്ടികളെ ഡയപ്പർ മാറ്റുക ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ. ഒരു കാര്യം നിങ്ങൾ ആ വാക്കുകളിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ? എന്താണ് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. എന്താ പറയണേ? പേരറിയില്ല, പക്ഷേ മത്സരിച്ച് തോറ്റ ആളാണ് എന്നറിയാം. എന്തൊരവസ്ഥയാണോ ഇത്, വല്ലാത്ത അവസ്ഥ. ആരാ നിങ്ങൾക്ക് ഈ ഐഡിയ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പല ഐഡിയകളും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ഐഡിയകളുണ്ട്. കുറേ ഐഡിയകൾ നിങ്ങൾ ഒന്നും പുറത്ത് പറയാതെ കൊടുത്ത ഐഡിയകളുണ്ട്. ആ ഐഡിയയിൽ പെടുന്ന ഈ പുറത്ത് പറയാതെ കൊടുത്ത ഐഡിയയാണ് ഗൃഹസന്ദർശനം. നേരെ വീട്ടിൻ്റെ അടുക്കളയിൽ പോവുക, പാത്രം കഴുകുക, തുണി അലക്കാനുണ്ടെങ്കിൽ അത് കഴുകി കൊടുക്കുക, കക്കൂസ് കഴുകുക, ക്ലോസറ്റ് കഴുകുക, പിന്നെ ചെറിയ കുട്ടികളുണ്ടോ പ്രത്യേകം സൂക്ഷിക്കുക, ഉണ്ടെങ്കിൽ അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, തീട്ടം കൂരി കൊടുക്കുക. ഇതൊക്കെ ആരടോ പറഞ്ഞെന്നേ? ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടുന്ന ആരെങ്കിലും പറഞ്ഞെന്നോ? എടോ, നിങ്ങളെ ഈ സഖാക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനം എന്ന് പറയുന്നത് പ്രബുദ്ധരാണ്. നിങ്ങൾ ഈ കേരളം, ഔട്ട് ഓഫ് കേരള, നിങ്ങൾ കേരളവുമായി കമ്പയർ ചെയ്യരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ പാത്രം കഴുകിയത് കൊണ്ടോ, ഇതൊക്കെ പാത്രം കഴുകാനും ബാക്കിയുള്ളതിനൊക്കെ ആളുകൾക്ക് അവരെ വീടുകളിലുള്ളവർക്ക് അറിയാന്നേ. അതിന് നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനൊന്നും കഴിയാത്ത ആളുകൾ വീട്ടിൽ ജോലിക്ക് പോലും ആളുകൾ നിർത്തിയിട്ടുണ്ട്. ഇത് കേരളമാണ്. മനസ്സിലായില്ലേ? ഈ ജനം നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാത്രം കഴുകാനല്ല, അത് നിങ്ങൾ കുട്ടീൻ്റെ ഡയപ്പർ മാറ്റി കൊടുക്കാനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാവണമെന്നുള്ളത് കരുതിയിട്ട് അതിന് നിങ്ങൾ പാത്രം കഴുകിയിട്ട് ഭരണം ഉണ്ടാക്കാൻ പറ്റുമോ സഖാക്കളെ? എന്തൊരു പോയത്താണോ നിങ്ങളുടേത്? ആരാ നിങ്ങൾക്ക് ഈ ഐഡിയ പറഞ്ഞെന്നേ? മറ്റവരെന്നെ AKG സെൻറ്ററിൽ ഇരിക്കുന്നേ നമ്മളെ ചാനൽ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് പോയ ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അവൻ തന്നെ ഈ പരിപാടിയൊക്കെ പറഞ്ഞു തരുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഈ അവൻ്റെ ഒരു സന്തോഷം നോക്കിയത് നിങ്ങൾ.
ഈ പൊട്ടന്മാരെ പോയത്തക്കാരാക്കിക്കൊണ്ട് ഈ പൊട്ടന്മാർക്ക് അവൻ പറഞ്ഞു കൊടുക്കുക പാത്രം കഴുകണോ, കക്കൂസ് കഴുകണം, ഡയപ്പർ മാറ്റി കൊടുക്കണം, മീൻ മുറിച്ചു കൊടുക്കണം എന്നൊക്കെ. ഇവൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ചിരിക്കുക AKG സെന്ററിൽ. കാരണം എന്താ, AKG സെന്ററിൽ ഇപ്പം ആരുമില്ല, ഇവൻ ഒറ്റക്കാവുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി എല്ലാവരും ഗൃഹസന്ദർശനത്തിന് പറഞ്ഞയച്ചിരിക്കുക, ഇവൻ മാത്രം AKG സെന്ററിൽ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ട് ചിരിക്കുക പൊട്ടൻ TV-യിലൂടെ. അപ്പോൾ ഇവங்க മനസ്സിലിങ്ങനെ ആലോചിക്കുക, പൊട്ടന്മാര് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്നിട്ട് ഇത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. ഇതിലും വലിയ നാണക്കേട് നിങ്ങൾക്ക് എന്താ വരാനുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ അവസ്ഥ. ഇനി നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിക്കുക. നിങ്ങളിപ്പോൾ ഒരുത്തനെ പിടിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വളരെ സാഹസികമായിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ജയിലിലിട്ടല്ലോ. ജയിലിലിട്ടിട്ട് എന്തേ? ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡി വേണ്ട, അന്വേഷണം നടത്തണ്ട, തെളിവെടുപ്പ് നടത്തണ്ട, ഇതൊന്നും വേണ്ട. രാഹുലാണെങ്കിൽ വെറുതെ ജയിലിലിരിക്കുക, ഒരു കാര്യമില്ല, ഒരു പണിയുമില്ല. കറക്റ്റ് സമയത്തിന് ഭക്ഷണം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ജയിലിൽ എന്ന് പറയുമ്പോൾ പഴയ മറ്റേ ഉണ്ടയൊന്നല്ല ഇപ്പോൾ, അതൊക്കെ പണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. രാഹുലിനൊക്കെ നല്ല പൈസ കിട്ടും ഇറങ്ങുമ്പോൾ ശമ്പളമായിട്ട്. 600 ചില്ലറ റുപ്യേറ്റേന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ നിന്നാൽ മതി. ഈ പോയത്തക്കാർ പാത്രം കഴുകിയും കുണ്ടിയും കഴുകി നടക്കുക, ഒരു ഉറുപ്പ്യം കിട്ടൂല, വോട്ടും കിട്ടൂല. വല്ലാത്തൊരു ഗതികേട്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഈ പോയത്തക്കാർ വീട് കയറി വീട്ടിലെ പണിയെടുത്ത് പാത്രം കഴുകി മീൻ മുറിച്ച് തുണി അലക്കി ഇതൊക്കെ ചെയ്തിട്ടും ഒരു ഉറുപ്പ്യം കിട്ടൂല, ഒരു വോട്ടും കിട്ടൂല എന്ന് മാത്രമല്ല, രാഹുലിനാണെങ്കിലോ ജയിലിൽ വെറുതെ നിന്നാ നല്ല ഭക്ഷണം, പൈസക്ക് പൈസ, പിന്നെ വോട്ടും കിട്ടും. കാരണം എന്താ, അയാളുടെ അറസ്റ്റ് അത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് ജനം വിലയിരുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് വോട്ട് കിട്ടുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇപ്പം ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാണ് ഈ പോയത്തക്കാർക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്നുള്ള മഹാനാണ്. ആ മഹാൻ പണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കിണറിലിറങ്ങിയ മഹാനുണ്ടല്ലേ, അതന്നെ, അവൻ തന്നെ ഈ പരിപാടി ചെയ്തത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയത് നിങ്ങൾ. വല്ലാത്തൊരവസ്ഥയല്ലത്. ഇങ്ങനെയൊക്കെ ആകുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇപ്പം പാത്രം കഴുകാണ്ട് നടക്കുകയാണ്. ഡൽഹിയിലിരുന്ന ചങ്ങായിനെ വിളിച്ചുകൊണ്ടെന്ന് പാത്രം കഴുകാൻ കൊണ്ട് നടക്കുക. എന്നിട്ട് ആ ചങ്ങായി പാത്രം കഴിയുമ്പോൾ കണ്ണൂരിൽ നിന്നിട്ട് മറ്റേ ചങ്ങായി കമൻട്രി പറയാ കണ്ടിട്ട്. എങ്ങനെയുണ്ട് പരിപാടി? ഈ പോയത്തക്കാർ ഇവരിപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണ് കാര്യം? എന്താ, കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ ചേർന്നിട്ട് പോളിറ്റ് ബ്യൂറോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ, ഗൃഹസന്ദർശനം കൊണ്ടൊന്നും കാര്യമില്ല, തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതാരാ? ബേബിയാ പറഞ്ഞത്. അപ്പം പറഞ്ഞ ബേബിക്കിട്ടൊരു പണി കൊടുക്കണം. എന്താ ചെയ്യുക? നേരെ വരാൻ പറയാം, ഡൽഹിയിലിരിക്കണ്ട, കേരളത്തിൽ വാ, എന്നിട്ട് പാത്രം കഴുക്. എന്നിട്ട് ഈ പോയത്തക്കാരൻ പാത്രം കഴുകി നടക്കുമ്പോൾ അപ്പുറത്ത് കണ്ണൂരിൽ നിന്ന് രാജാവിൻ്റെ അടിമ ജയരാജന്മാർ കമൻട്രി പറയാ. സംഭവം ബേബിക്കൊരു പണി കൊടുത്തതാണ്. ഏത്? പിണറായി ടീം. അത് ബേബി എന്തോ ഒരു ഒരു അഖിലേന്ത്യാ സെക്രട്ടറി, ഒന്നും അറിയൂല, ആരും ഒന്നും വിളിച്ചു പറയൂല. എല്ലാം അറിയണത് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ്. ആ പോയത്തക്കാരനാണെങ്കിൽ പാത്രം കഴുകി നടക്കുക. ജനങ്ങളിത് നോക്കിയിട്ട് പറഞ്ഞ് ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ എന്തോരം ആൾക്കാർ, ഇപ്പം ഇതിപ്പോൾ പുറത്ത് വരുന്നത് ഇങ്ങനെ 1-2 സംഭാഷണങ്ങളല്ലേ. നാട്ടുകാർ ഇത് പറഞ്ഞ് ചിരിക്കുക, ആളുകൾക്ക് ചിരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, അവരുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ, ഒന്ന് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ പോയത്തക്കാരുടെ ഓരോ ഏർപ്പാടുകൾ. എന്തൊരവസ്ഥ! ഇതൊക്കെ എങ്ങനെയാണോ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്? താങ്ങാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ടീമൊക്കെ ഉണ്ടല്ലോ, രാത്രിയാകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് തലയണയും കടിച്ച് പിടിച്ചിട്ട് കരച്ചിലായിരിക്കും, ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രമാത്രം നാണക്കേടും മാനക്കേടും അല്ലേ ഉണ്ടാവണത്. കരയല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാനും പറ്റൂല. വോട്ട് കിട്ടിയില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ അടങ്ങാറ്. പിന്നെ ജീവിതകാലം മൊത്തം കരയേണ്ടി വരും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ ചെന്നെത്തി നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ എന്തൊരു അവസ്ഥയാണോ ഇങ്ങനെയും പോയത്തക്കാർ. എനിക്കിത്
എനിക്കിത് കാണുമ്പോൾ നേരെ ഓർമ്മ വരുന്ന രാഹുലിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിന് അവിടെ ഇപ്പം എത്രയാ, 623. എത്രയാ ശമ്പളം, എത്രയാ? എത്രയാണെങ്കിലും 600 സംതിങ്, 600+ കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. ജയിലിൽ ഇപ്പം നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ്. പോരാത്തതിന് എന്തുണ്ട്, അയാളെ ഈ അറസ്റ്റ് അത് വേട്ടയാടലാണ് എന്നുള്ള ഒരു സിമ്പതിയും അയാൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ജയിൽവാസം എല്ലാ അർത്ഥത്തിലും വലിയ അഡ്വാൻറ്റേജായി മാറുകയാണ്. എന്നാൽ ഈ പോയത്തക്കാർ, വീട് കയറി ഇറങ്ങുന്ന പോയത്തക്കാർക്കോ, ഇവർക്ക് പൈസയില്ല, വോട്ടും ഇല്ല, നായി നയിക്കും പോലെ ആരാൻ്റെ എച്ചിൽ പാത്രവും കേവിക്കൊണ്ട് നടക്കുക. എന്ത് ഗതികേടാണോ ഇത് സഖാക്കളെ. നിങ്ങളൊരു അവസ്ഥ എവിടെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനൊക്കെ കാരണക്കാരനാരാ? ഇപ്പം നിങ്ങളുടെ ഈ ദുരവസ്ഥക്കും രാഹുലിനെ അകത്തിടണമെന്നുള്ള വാശിയും ഒക്കെ ആരുടേതാ? പിണറായി വിജയൻ്റെതാ. പിന്നെ വിജയൻ്റെ ചുറ്റിലുമുള്ള കുറച്ച് കുഴലൂത്തുകാരുടേതും അല്ലേ? വിജയനെതിരെ മറുത്തൊരു വാക്ക് പറയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളില്ലാണ്ടായിപ്പോയി. ഒരാണൊരുത്തൻ, നട്ടലുള്ള ഒരുത്തൻ, അതില്ലാതെയായിപ്പോയി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്താ? കാരണം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഗോവിന്ദന് ആ സെക്രട്ടറി പദവി വിജയനാണ്. പിന്നെ പറയേണ്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ആ സ്ഥാനങ്ങളും കസേരകളും നൽകിയത് വിജയനാണ്. അവരെ കൊണ്ടത് പറയാൻ കഴിയില്ല. അതോടുകൂടി പാർട്ടി തീർന്നു. കമ്മ്യൂണിസം ഇല്ലാതെയായി, ഇടതുപക്ഷം ഇല്ലാതെയായി, മാർക്സിസം ഇല്ലാതെയായി. പിന്നെ ഉള്ളതെന്താ? വിജയനിസമാണ്. അതുകൊണ്ടാണ് സഖാക്കൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടായത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിജയിച്ചിട്ട് അയാൾ ആദ്യം നന്ദി പറയേണ്ടത് ഈ പിണറായി വിജയനോടാ. കാരണം എന്താ? എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തതാരാ? പിണറായി വിജയനാണ്.